നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ആദ്യം നൽകിയ മറുപടിയിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കും എന്ന പ്രസ്താവന പാകിസ്ഥാൻ ഞെട്ടലോടെയാണ് കേട്ടത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഈ കരാർ റദ്ദാക്കൽ. ഇതിനെ തങ്ങൾക്കെതിരെ നടത്തുന്ന യുദ്ധപ്രഖ്യാപനമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത്. കേൾക്കുമ്പോൾ ആവേശം തോന്നുന്ന ഒന്നാണെങ്കിലും ഇത് ഒരു ദീർഘനാൾ കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രവൃത്തി തന്നെയാണ്. ഇതിനോടൊപ്പം മുന്നറിയിപ്പില്ലാതെ ഉറി അണക്കെട്ട് തുറന്ന് അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിട്ടത് മറ്റൊരു സാമ്പിൾ വെടിക്കെട്ട് പോലെയായി മാറി. പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും പോകാത്ത തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ പ്രസ്താവിക്കുകയും ചെയ്തു. ഇത് നടപ്പിലാക്കുവാൻ ഹ്രസ്വകാല ദീർഘകാല പദ്ധതികളാണ് ഇന്ത്യ ആവിഷ്കരിക്കുന്നത്. നദികളിലെ അണക്കെട്ടുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൽ ആദ്യത്തേത്. രണ്ടാമത്തേത് ഈ നദീജല കരാർ റദ്ദാക്കുന്നു എന്നത്. പാകിസ്ഥാന്റെ ജീവനാഡിയായ സിന്ധു നദിയിലെ ജലം നിഷേധിക്കുക എന്നത് വലിയൊരു വിഷയം തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ ഇതുവരെ 3 വലിയ യുദ്ധങ്ങളും നിരവധി ഭീകരാക്രമണങ്ങളും നടന്നിട്ടും സിന്ധു നദീജല കരാർ റദ്ദാക്കിയിട്ടില്ല. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഇളക്കം തട്ടാതെ നിന്ന ഈ കരാർ അത്ര പെട്ടെന്ന് റദ്ദാക്കാൻ കഴിയുമോ എന്നതും ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് വിലയിരുത്തൽ. നേരത്തെ ഈ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ വരൾച്ചാ സമയത്ത് പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുന്നുണ്ട്. ഇപ്പോൾ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നീരൊഴുക്ക് നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ പോലും പാകിസ്ഥാന് അത് താങ്ങുവാനാകില്ല. പാകിസ്ഥാനിലെ ജലവൈദ്യുത പദ്ധതികളുടെ 3-1 സിന്ധു നദീജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മറ്റൊന്ന്, സിന്ധു നദീജലം തടഞ്ഞു നിർത്തി ഒറ്റയടിക്ക് തുറന്നു വിട്ടാൽ തന്നെ അത് പാകിസ്ഥാൻ്റെ നട്ടെല്ലൊടിക്കുന്ന ജലബോംബായി മാറും എന്ന ആശങ്ക പാകിസ്ഥാനുണ്ട്. നിലവിലുള്ള കരാർ പ്രകാരം ജലത്തിൻ്റെ അളവ്, ഒഴുക്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഇന്ത്യ പാകിസ്ഥാന് കൈമാറി വരികയായിരുന്നു. കരാർ റദ്ദാക്കുന്നതോടെ ഇത് നിലയ്ക്കും. അതോടെ പാകിസ്ഥാനിലെ ജലസേചനം, ജലവൈദ്യുത പദ്ധതികൾ എന്നിവ അവതാളത്തിലാകും. വെള്ളം തടഞ്ഞു നിർത്തുവാൻ പറ്റിയ വമ്പൻ ജലസംഭരണികൾ ഇന്ത്യയിൽ ഇല്ല എന്നതാണ് നമ്മുടെ വെല്ലുവിളി. അത്തരത്തിലൊന്ന് നിർമ്മിക്കുവാൻ തന്നെ വർഷങ്ങൾ വേണ്ടിവരും. ഈ കരാറിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയതോടെ പാകിസ്ഥാനെ അറിയിക്കാതെ തന്നെ ഇന്ത്യക്ക് ഇവിടെ നിർമ്മാണങ്ങൾ നടത്തുവാൻ കഴിയും. സിന്ധു നദീജലം ആവശ്യാനുസരണം കിട്ടാതിരുന്നാൽ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ ഇനിയും തകരാറിലാകും. ഇപ്പോൾ തന്നെ പിച്ചച്ചട്ടിയായ പാകിസ്ഥാന് അത് താങ്ങുവാനാകില്ല. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദി ഇന്ത്യ വഴി പാകിസ്ഥാനിലേക്കാണ് ഒഴുകുന്നത്. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷി മുഴുവൻ ഈ നദിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനവും ഇതിൽ നിന്ന് തന്നെയാണ്. കരാർ റദ്ദാക്കുന്നതോടെ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത, നദിയുടെ മറ്റ് വിവരങ്ങൾ എന്നിവയൊന്നും പാകിസ്ഥാന് ഇനി ലഭിക്കില്ല. ഈ നദീജലവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളിലെയും കമ്മീഷണർമാർ ഇടയ്ക്കിടെ നടത്തുന്ന കൂടിക്കാഴ്ചകളും അവസാനിക്കും. ഇപ്പോൾ നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യാതിരുന്നാൽ ജലനിരപ്പ് ഉയർന്ന് ഡാം കരകവിയും. ഇത് തുറന്നുവിട്ടാൽ വലിയ ആഘാതമായിരിക്കും പാകിസ്ഥാനിൽ ഉണ്ടാകുക. ജമ്മു കാശ്മീരിൽ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഭാവിയിൽ ആവിഷ്കരിക്കുക, നദിയുടെ ഒഴുക്ക് തിരിച്ചുവിടുക എന്നിവയും ഇന്ത്യയുടെ ഭാവി പദ്ധതികളാണ്. പെട്ടെന്ന് നദിയിലെ വെള്ളം തിരിച്ചുവിടാൻ ഇപ്പോൾ സാധ്യമല്ലെങ്കിലും സിന്ധു നദിയിലെ ജലത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വിവരങ്ങൾ നൽകാതിരിക്കുന്നത് തന്നെ പാകിസ്ഥാന് കിട്ടുന്ന വലിയൊരു അടിയാണ്. നേരത്തെ തന്നെ ഇന്ത്യയിലെ കിഴക്കൻ നദികളിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിച്ച് ജമ്മു കാശ്മീരിന് പ്രയോജനപ്പെടുത്തണം എന്ന ആവശ്യമുണ്ടായിരുന്നു. ഇനി ഇന്ത്യക്ക് അത് പാകിസ്ഥാൻ്റെ സഹകരണം ഇല്ലാതെ തന്നെ വേഗത്തിൽ നടപ്പിലാക്കുവാൻ കഴിയും. ഇതൊക്കെ ചെയ്യാൻ ഇന്ത്യക്ക് വായ്പ ലഭിക്കാതിരിക്കുവാനായി പാകിസ്ഥാൻ ലോകബാങ്കിനെ സമീപിച്ചാലും അതിർത്തി കടന്നുള്ള ഭീകരത ആയതിനാൽ ഇന്ത്യക്കെതിരായ നിലപാട് ലോകബാങ്ക് സ്വീകരിക്കില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇനി ഈ കരാർ എന്താണെന്ന് നോക്കിയാൽ 1960-ലാണ് ഈ കരാർ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചത്. സിന്ധു നദിയിലെയും അതിൻ്റെ 6 പോഷക നദികളിലെയും ജലം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തുല്യമായി വീതിച്ചു നൽകുക എന്നതാണ് ഈ കരാറിലെ പ്രധാന വ്യവസ്ഥ. കിഴക്കുഭാഗത്തു നിന്നും വരുന്ന രവി, സത്ലജ്, ബിയാസ് എന്നിവയിലെ വെള്ളത്തിൻ്റെ അവകാശം ഇന്ത്യക്കും, പടിഞ്ഞാറ് ഭാഗത്തു നിന്നും വരുന്ന സിന്ധു, ഝലം, ചെനാബ് എന്നിവയുടേത് പാകിസ്ഥാനും ഈ കരാറിലൂടെ ലഭിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യ തയ്യാറാക്കിയ ഈ ജലബോംബാണ് പാകിസ്ഥാന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് നിസ്സംശയം പറയാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ.